ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നടികൾക്കിടയിൽ ഭിന്നത. അന്വേഷണം റദ്ദാക്കാൻ ഉത്തരവ് ഇടണമെന്നാവശ്യപ്പെട്ട് നടി മാലാ പാർവതി സുപ്രീം കോടതിയെ സമീപിച്ചു. അതേസമയം അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ മാലാ പാർവതിയുടെ ആവശ്യം അപ്രസക്തമാണെന്ന് WCC സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിന് എതിരായ വിവിധ ഹർജികൾ സുപ്രീം കോടതി ഡിസംബർ 10-നാണ് പരിഗണിക്കുക. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് നടി മാലാ പാർവതി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി മൊഴി നൽകിയത് അക്കാദമിക് താൽപര്യം കാരണമാണ്. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല. തന്റെ മൊഴിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ വിളിച്ചു വരുത്തുന്നുവെന്നും മാലാ പാർവതി കുറ്റപ്പെടുത്തി. നമ്മളോടൊപ്പം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പോലെയുള്ളവരെ വിളിച്ചിട്ട് അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് പോലെ സംസാരിക്കുകയും അന്വേഷണ സംഘം ഇടപെടുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിന് കാരണമാകാൻ ഞാൻ തയ്യാറല്ല. അതേസമയം മാലാ പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിന് WCC സുപ്രീം കോടതിയിൽ എതിർത്തു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിനാൽ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികൾ അപ്രസക്തമായെന്ന് WCCയുടെ അഭിഭാഷക സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് WCCയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഈ ഹർജികൾക്കൊപ്പം മാലാ പാർവതിയുടെ ഹർജി ഡിസംബർ 10-ന് സുപ്രീം കോടതി പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, ഡൽഹി.